ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു ഈദ് വ്ളോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പക്ഷേ പിന്നാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും കുറച്ചായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ത്യയിലുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ വ്ളോഗാക്കിയിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാനാണെങ്കിൽ തലേന്ന് മുതലേ ഉള്ളത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, എങ്കിലും കുറച്ച് ഷൂട്ട് ചെയ്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാട്ടോ. അങ്ങനെ ഞാൻ തലേന്ന് കുറച്ച് സാധനങ്ങളും, അതായത് പെരുന്നാളിന് ഫുഡ് ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടും അല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളിതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഞാനാണെങ്കിൽ ഇന്ന്, അതായത് നാളെ പെരുന്നാളാവാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പം ഇന്ന് കുറച്ച് നല്ല ഡീറ്റെയിൽഡായിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടേ ആയ ഒരു ചെറിയ നോമ്പ് തുറ പോലെ, അതായത് ഞാനും ഇക്കാക്കി മാത്രം കേട്ടോ, അല്ലാണ്ട് പുറത്തുനിന്ന് ആരുമല്ല. അങ്ങനെ ചെറിയൊരു നോമ്പ് തുറ പോലെയൊക്കെ കഴിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇവിടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്കങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ലേനു. ഒന്നാമത് അതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്ത് ഞാൻ വരുവേനു. ഇതെനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലേനു. പിന്നെ ഞാൻ കുറച്ച് അയക്കുന്ന ഒരു പർദ്ദ നോക്കണം എന്ന് കരുതിയിട്ട്. കാരണം ഞാനിപ്പം ഈ അടുത്തൊരു പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, ഇത് ഇനി നാട്ടിലോട്ട് പോകാൻ എനിക്ക് അതിനത്ര ദിവസമില്ല, അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തേക്കാന്ന് കരുതി. പിന്നെ ഇവിടെ ഇങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാ വലിയ കുഴപ്പമില്ലാത്തൊരു പർദ്ദ എടുക്കണം എന്ന് കരുതിയിട്ടായിരുന്നു ഈ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഏതെടുക്കണം എന്ന് തന്നെ കരുതിയിട്ട് കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല സിമ്പിളായിട്ട് പക്ഷേ നല്ല അടിപൊളിയായിട്ട്, ഇത് ഫോണിൽ കണ്ടിട്ട് അത്ര എന്താ പറയുക നല്ല രസമുള്ള പോലെ തോന്നുന്നില്ല എന്നിട്ടാണെങ്കിലും, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചില പർദ്ദകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, റേറ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് അങ്ങനെ അതിനുശേഷം വീട്ടിലെത്തിയപ്പം ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മെഹന്തി വാങ്ങിയപ്പം അത് ബ്ലാക്ക് കളറായിപ്പോയി. അവിടെ റെഡ് കളർ കോണ്, അതേപോലെ ബ്ലാക്ക്, അങ്ങനെ പിന്നെ ഒരു ഗ്രീൻ കളർ, അങ്ങനെ എന്തൊക്കെയോ കളറുണ്ട്. അപ്പം ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൽ ബ്ലാക്ക് കളർ കോണിലാണെങ്കിലും എന്താ പറയുക നല്ല ചോക്കുന്ന മൈലാഞ്ചൊക്കെ ആണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഞാൻ ആ ബ്ലാക്ക് കളർ കോൺ എടുത്തപ്പം അതൊന്നായിട്ട് ബ്ലാക്ക് തന്നെ ആയിപ്പോയി തോന്നുന്നു. അങ്ങനെ അത് കേകിയിട്ടൊന്നും ഇത് പോകുന്നുണ്ടായിരുന്നില്ല, ഒരുമാതിരി ആയിപ്പോയി. അങ്ങനെ പിറ്റേന്ന് എന്താ പറയുക രാവിലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പം അവിടെ സൺറൈസ് ഇങ്ങനെ ആയതുകൊണ്ടൊക്കെയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറം, അതായത് വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഉള്ളൂ, പക്ഷെ നടന്നു പോകാൻ ഒരു 10-15 മിനിറ്റ് ഉണ്ട്. ഈ പള്ളിയിലാണ് കേട്ടോ ഞാൻ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്, പെരുന്നാൾ നിസ്കാരം. ഞാനും അതേപോലെ ഇവിടെ വേറെയും കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു പള്ളിയിലായിരുന്നു കേട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് എത്ര ആൾക്കാരുണ്ടായിരുന്നത്. ഒന്നാമത് എല്ലാവരും കുറേ എന്താ പറയുക മുട്ടായി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ ചിലവരൊക്കെ സക്കാത്ത് പൈസ ആയിട്ട് 5 റിയാലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് എന്തൊക്കെയൊക്കെയോ കിട്ടി. എന്നിട്ട് തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും മധുരം ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തലേന്ന് തന്നെ കുറച്ച് ഗുലാബ് ജാമുനും അതേപോലെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട് സലാഡ് അങ്ങനെ അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഗുലാബ് ജാമുൻ വന്നിട്ട് മറ്റേ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇല്ലേ, അതാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം. മറ്റേ ഗുലാബ് ജാമുൻ വല്ലാണ്ട് ഒരു പാലിൻ്റെ ഭയങ്കര ടേസ്റ്റ് വരുന്ന പോലെ തോന്നലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതാ ഇന്ന് രാവിലെ പുട്ടും ചിക്കൻ കറിയും കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവെ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ കരുതിയിട്ട് അങ്ങനെ ഞാൻ പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇക്കാക്കും ഞങ്ങൾ കൂട്ടത്തിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന്, കാരണം തലേന്ന് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോവലും
പിന്നെ മോന് ഡ്രസ്സ് എടുക്കലും അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ 1:30 2:30 എന്തോ വായിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കൽ, പിന്നെ ഒന്ന് അതായത് ക്ലീൻ ചെയ്യാനും അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഞാൻ രാത്രി തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യണ്ടല്ലോ, നമുക്ക് നമ്മളേതായ കാര്യത്തിൽ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 4 മണി എന്തോ ആയിട്ടുണ്ട്. പിന്നെ സുബഹി നിസ്കാരം അത് കഴിഞ്ഞ് കുളിക്കലും മാറ്റലും ഒക്കെ കഴിഞ്ഞ് വേഗം പള്ളിയിൽ പോലും ഇവിടെ 5:40 അങ്ങനെ എന്തോ ഒരു ടൈമിലായിരുന്നു അവിടെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ നിന്ന് 5:20 ആ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കിടക്കാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നതിന് ശേഷമാണ് പിന്നെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കുന്നത്. ഫുഡാണെങ്കിൽ പിന്നെ എനിക്ക് ഉണ്ടാക്കേണ്ടിയിട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കതിന് കമ്പനിയിൽ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതേമാതിരി ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ ഫുഡൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് എന്തൊക്കെയൊക്കെയോ എന്തായിരുന്നു കുറച്ച് സെക്യൂരിറ്റി കൂടെയൊക്കെ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി ജസ്റ്റ് ഒന്ന് പാർക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർക്ക് മീൻസ് ഒരു ജവാദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കുണ്ട് ഞങ്ങളെ തൊട്ടടുത്ത്. അപ്പം അവിടെ പോയി ഒന്നാമത് മോനൊരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അവിടെ പോയി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന്. പിന്നെ ഓന് ഈ കാറ് കണ്ടപ്പം ഓനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കാറിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഓനും കൂടി ഈ കാറിലൊക്കെ കയറി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാറിൽ കയറിയപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ചെറിയ കുട്ടികളെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫുൾ ഞങ്ങൾക്ക് വന്നിട്ടേനു ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടി കിട്ടിയിട്ട് ഇവന് സാധാരണ കുട്ടിക്ക് നല്ല പേടിയാണല്ലോ ആവുക, ഇവന് പേടിയൊന്നുമല്ലേനു, ഇവന് നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പിന്നെ അവിടൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി. പിന്നല്ലേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, കിടന്നുറങ്ങി പിറ്റേന്ന് വീണ്ടും എഴുന്നേൽക്കുന്നു. അത്രയൊക്കെ തന്നെ എൻ്റെ ഈദ് വ്ളോഗിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത് ഞാൻ അങ്ങനെ കുറേ വീഡിയോ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, മെയിൻ അതാണ്. പിന്നെ ഇവിടെ പോയപ്പം നമ്മുടെ ഈ കാർട്ടൂൺ ഉണ്ടല്ലോ മാഷ ആൻഡ് ബിയർ, അതിനൊക്കെ കണ്ട് അതിനും അതായത് എൻ്റെ മോന് ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കലായിരുന്നു കേട്ടോ. അതിന് എന്താണ് ഷെയ്ക്കൻ്റെ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഇന്നത്തെ വ്ളോഗ് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. ഇതേനു കേട്ടോ എൻ്റെ മോനെ പെരുന്നാളായിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓനിതും പിന്നെ വേറൊരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ടൈം എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ എനിക്കൊരു ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.